ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒച്ചിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പം മഴക്കാലമാണല്ലോ. അപ്പോൾ ഒച്ചുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്ന സമയമാണ്. നെ നശിപ്പിക്കേണ്ട ഒരു വലിയൊരു ആവശ്യവുമാണ്. പിന്നെ അത് നശിപ്പിക്കുന്നതിനോടൊപ്പം മനുഷ്യനും ചെടികൾക്കും ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതി കൊണ്ട് തന്നെ ഒരുപാട് ഒച്ചിനെ നശിപ്പിക്കാൻ പറ്റും. കാരണം ഒച്ച് എന്ന് പറയുന്ന ജീവി എന്ന് ഓടിപ്പോവാൻ ഉള്ള കഴിവുള്ള ജീവിയോ ഒന്നുമല്ല. അപ്പൊ അത് കാരണം ആ ജീവിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ ചെടികള് ചിലപ്പോൾ ചിലവര് ഉപ്പൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാലും ഒച്ച് ചാവും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ചെടികളും നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇല്ലാതാക്കണം. അങ്ങനെ ഒരു നാശം ഇല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. അതെങ്ങനെയാ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു മാർഗത്തിലൂടെ തന്നെ നശിപ്പിക്കാൻ പറ്റും. കുറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാണ്ടൊക്കെ തന്നെ നശിപ്പിക്കാൻ പറ്റും. കൂടുതലായിട്ട് ഈ ഒച്ച് വരുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പൊ പകലും കാണാം. അത് ഏതാനും കുറച്ച് 3-4 മിനിറ്റ് രാവിലേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ സന്ധ്യ ആയി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഒച്ചുകൾ ഇങ്ങനെ വന്ന് തുടങ്ങും. പിന്നെ ഇല കടിച്ചു തുടങ്ങും. പിന്നെ ഒച്ചിന്റെ രീതി എങ്ങനെ വെച്ചാൽ ഒച്ചിന് ഒരുപാട് പല്ലുകളുണ്ട്. കണ്ടമാനം പല്ലുകളുണ്ട്. 1000-10,000-10,000-ത്തിലേറെ ഓരോ സ്പീഷീസിനനുസരിച്ച് പല്ലുകളും ഒക്കെ വ്യത്യാസമാണ്. കുറേ പല്ലുകളുള്ള ജീവിയാണ്. അപ്പോൾ പെട്ടെന്ന് കടിച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒരുവിധം തന്നെ നശിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ജീവിയാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ മഴയാണെങ്കിൽ അപ്പോഴും വരും ഒച്ചുകൾ. അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മഴയുടെ ആദ്യ ദിവസങ്ങളിലൊക്കെ സന്ധ്യയ്ക്കൊന്ന് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് ഒച്ചുകളെ തട്ടി ഒരു എന്തെങ്കിലും ഒരു ഉപയോഗശൂന്യായ എന്തെങ്കിലും ഡബ്ബയിലോ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് വേണം ഈ പ്രയോഗം ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ചുണ്ണാമ്പുപൊടിയാണ് ഇത്. ഈ ചുണ്ണാമ്പുപൊടി ചെടിക്കടകളിലൊക്കെ കിട്ടും. അപ്പൊ ചെടിക്കടയിൽ നിന്നും ഇത് 1 കിലോ വീതം മേടിച്ചു വെച്ച് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ പിന്നെ 1 കിലോ മതിയാവും. എത്ര സ്ഥലമുണ്ട് നമ്മൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. നമ്മളുടെ വീട്ടുമുറ്റത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. ചുണ്ണാമ്പ് പൊടി എങ്ങനെ ഇടണം എന്നുള്ളത് പറഞ്ഞാൽ ഇതിനെ കളക്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മീതെയാണ് ഇടേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുട്ടിക്കൂറയുടെ ഒഴിഞ്ഞ ഡബ്ബയില് ഈ ചുണ്ണാമ്പ് പൊടി ആക്കിയിട്ട് ഒച്ചുകളുടെ മീതെ ഇടുകയാണ് ചെയ്യണത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിന്റെ മീതെ എങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ ഒച്ചുകള് ചത്തുപോകും. ഒച്ചുകൾ ആ നിമിഷം ചത്തുപോകും. പിന്നെ അതിനെ എവിടെയെങ്കിലും നമുക്ക് കുഴിച്ചിട്ടാൽ മതി. ഇപ്പൊ പ്രശ്നമില്ല. അപ്പൊ ചെടികൾക്കൊന്നും നാശമില്ല. എവിടെയെങ്കിലും ഒരു ഇത് കുഴിച്ചിടുക, അല്ലെങ്കിൽ കുഴിച്ചിടാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കത്തിച്ച് കളയുക, അല്ലെങ്കിൽ വേസ്റ്റിന്റെ കൂടെ കളയാം. പിന്നെ ഇതൊരു കാര്യമുണ്ട്, ഒച്ചില്ലാത്ത സമയത്ത് ചെടികളിൽ വെതറിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം മഴയാണല്ലോ, മഴ പെയ്തു എല്ലാം ഒലിച്ചു പോവും. അപ്പൊ ഒരു ഗുണമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത് തോന്നണ ഗുണമില്ല, ഇത് ചെയ്തിട്ട് ഗുണമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വേറൊരു ഈ ഒരു ബോക്സ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് ആമസോണിൽ ഇങ്ങനെയുള്ള ഓട്ടയുള്ള ബോക്സ് കിട്ടും. സ്പ്രിംഗ്ലർ എന്തെങ്കിലും പറഞ്ഞ് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോട്ടിൽ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആമസോണിൽ മേടിക്കാൻ പറ്റും. പിന്നെ അത് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ എത്രയോ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. അത് കഴിഞ്ഞിട്ട് പപ്പടക്കോല് ഉണ്ടോ, അതില് ഇങ്ങനെ ഞാൻ ചെയ്യണമാതിരി പപ്പടക്കോല് ചൂടാക്കുക. നല്ലോണം ചൂടാക്കിയിട്ട് ഇതിന്റെ ഓരോ
ഓരോ സൈഡിലും ഇങ്ങനെ ഓട്ട തുളയ്ക്കാതെ ഓട്ട തുളയുണ്ട്. നല്ലോണം ചൂടാക്കിയാൽ അത് ഓട്ട തുളയ്ക്കാൻ പറ്റും. ചൂടാക്കിയിട്ട് കുറച്ച് ആവശ്യമുള്ള അത്രയും ഓട്ടകൾ ഇതിലുണ്ടാക്കാം. ഇതുണ്ട്, ഓട്ടയായി. ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്, ഓട്ടയായിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീഴാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടകൾ ഉണ്ടാക്കുക. ആയിക്കഴിഞ്ഞു. ഇതിൽ 5 ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, ഇതിനെ കോണിക്കലാക്കുക. ഈ പേപ്പർ എടുത്തിട്ട് കോണിക്കലാക്കുക. കോൺ ഷേപ്പിലാക്കിയിട്ടൊന്ന് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് വേണ്ട, ഇത് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുക. ഇതിൽ കുപ്പിയുടെ ഉള്ളിൽ ഇറക്കി വെക്കണം. അപ്പോൾ വീഴണ രീതിയിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഓട്ട വേണം. അപ്പോൾ ഇത് കീറിയിട്ട് ആവശ്യത്തിനുള്ള ഓട്ടയാക്കിയിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് കാര്യം ചെയ്യും. ഇതാണ് ചീപ്പ് റേറ്റിൽ ഈ ചുണ്ണാമ്പ് നമുക്ക് കിട്ടും. 40 രൂപയൊക്കെ ഉള്ളൂ. ഒരു 35-40 രൂപയൊക്കെയാണ് ഒരു ചുണ്ണാമ്പ് പൊടി, 1 കിലോ ചുണ്ണാമ്പ് പൊടിക്കുള്ളൂ. അപ്പം ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആദ്യം നിറയെ ഒച്ചുകളുണ്ടെങ്കിൽ കുറേ വേണ്ടി വരും. പിന്നെ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ റീജിയനിലുള്ള ഒച്ചുകളുടെ എണ്ണം കുറയുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഇതെടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ ഫണൽ മാതിരി ആക്കിയതിൽ കൂടെ ഇടുക. കണ്ടോ വീഴുന്നത്? കണ്ടോ? അപ്പം അതിൽ കൂടെ വീഴും. അപ്പം ഞാനിത് ഒരുവിധം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്. ഇത് ഇത്തിരി കുറച്ച് ദിവസം കഷ്ടപ്പെടേണ്ടി വരും. ഒരാഴ്ചയോളമൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം ഒച്ചുകളെയും നമുക്ക് കളയാം. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരുമല്ലോ. അത് കുറച്ച് നല്ലോണം മഴ കനത്ത് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്, ഒച്ചുകളെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ലോകവ്യാപകമായ ഒരു പ്രശ്നമാണെന്നാണ് പറയണത്. ഒച്ചുകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ ഓട്ടയാക്കി ഇതിലാക്കിയും വെച്ചില്ലേ. ഇനി ഇതുണ്ടോ ഒച്ചുകളുടെ മീതെ ഇടുക. ഇങ്ങനത്തെ കുപ്പിയിലാക്കി ഓട്ടയക്കാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ മതി. നമ്മളുടെ നമുക്കും ദോഷമില്ല, ചെടികൾക്കും ദോഷമില്ലാത്ത രീതിയിലാണ്. പിന്നെ വളരെയധികം ഒച്ചുകളുടെ ഇത് പരിഹരിക്കാം. അത് ഒച്ചു ചത്തു വീണ് കഴിഞ്ഞു. വളരെ ചെറിയ ജീവിയാണ്, പരിഹാരമില്ലാത്ത ഒരു ജീവി അല്ല. ഇതിനെ നശിപ്പിക്കാൻ പരിഹാരമില്ല എന്നല്ല. പിന്നെ ഒച്ചുകൾക്ക് ഓരോരോ രാജ്യങ്ങളിൽ ഓരോ മാതിരിയാണ് ഒച്ചുകളെ ട്രീറ്റ് ചെയ്യണേ എന്നൊക്കെയാണ് പറയണത്. ചിലർ വളർത്തും. പിന്നെ വളർത്തിയിട്ട് പെറ്റ്സായിട്ട് വളർത്തിയിട്ട് ഈ ജീവികളെ കുറെ നാൾ വളർത്തി കഴിഞ്ഞിട്ട് വിട്ട് എവിടേക്കെങ്കിലും വിടും. അങ്ങനെ അത് ഒരുപാട് പെരുകും. അങ്ങനെയൊക്കെയാണ് ഈ ജീവി പെരുകിയതെന്നാണ് പറയണത്. അപ്പോൾ ഓരോരോ ചെടികളുടെയും കൃഷി സാധനങ്ങളുടെയൊക്കെ ട്രാൻസ്പോർട്ടേഷനിൽ ഇതിൻ്റെ മുട്ടകൾ ട്രാൻസ്പോർട്ടേഷനായി വന്നിട്ടാണ് ഓരോരോ രാജ്യങ്ങളിലും ഇങ്ങനെ പെരുകിയതെന്ന് പറയണത്. അപ്പോൾ കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ കൊച്ചുകൾ 10-500 വെറൈറ്റി ചെടികളും ഇലകളും ഒക്കെ കടിച്ചു തിന്നും. പിന്നെ എൻ്റെ വീട്ടിൽ ചില ചെടികൾ കടിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ പറ്റി. ചില ചെടികൾ തളിരിലകളൊക്കെ കടിക്കണമുണ്ട്. ഈ ഒച്ചുകൾ കടിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടേ അത് പോവുള്ളൂ. അങ്ങനെയുണ്ട്.
അത് കാരണം നശിപ്പിക്കാൻ പറ്റാത്ത സാധനമല്ല. അപ്പൊ വലിയ കൃഷിയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നാലും ചുണ്ണാമ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ രാത്രിയൊന്നും പോയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെന്താ വേറൊരു കാര്യം, നിങ്ങൾ സന്ധ്യക്ക് പോയി ഇത് ചെയ്യുമ്പോൾ ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ അവിടെ വെളിച്ചമൊക്കെ ഇട്ടിട്ട് പോയി നോക്കണം. വേറെ ഇഴജന്തുക്കളും അതേമാതിരി തന്നെയുള്ള ജീവികളൊക്കെ അവിടെ വന്നിട്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പം അത് സൂക്ഷിക്കണം. വല്ല പാമ്പോ അങ്ങനത്തെയൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ അത് നല്ലോണം സൂക്ഷിക്കണം. അതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് നല്ലോണം മഴ വരുമ്പോഴത്തേക്കും ഇത് സ്റ്റോർ ചെയ്യേണ്ടത് നല്ലൊരു ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ മോയ്സ്ചർ കിടക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, എന്നാലേ അത് ഗുണമുള്ളൂ. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഞാൻ എറണാകുളം ജില്ലയിലെ ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റികൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ചുണ്ണാമ്പ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് പേര് പറഞ്ഞു അതുകൊണ്ടൊരു ഗുണവുമില്ല, ഈ ചുണ്ണാമ്പ് കൊണ്ട് ഗുണവുമില്ല. ഗുണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ വരുള്ളൂ കേട്ടോ. വെറുതെ ഇട്ടിട്ട് നമ്മൾ മറ്റുള്ള മരുന്നുകൾ തളിക്കുന്ന മാതിരി അവിടെ തളിച്ചു വെച്ചിട്ട് പോയിട്ട് ഒരു ഗുണവും ഇല്ല. ഇത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റോക്ക് ചെയ്ത് തന്നെ വെക്കണം. വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം. ഇനിയും നമ്മൾ മഴക്കാലം കഴിയുന്നവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് വേഗം ഇതെടുത്ത് പ്രയോഗിക്കാം. അപ്പൊ ഇത് ഡ്രൈ പ്ലേസിലാണ് വെക്കണമെങ്കിൽ ഇത് ഈ ഓട്ടയിൽ കൂടെ വീഴും. ഓട്ടയിൽ കൂടെ വീഴ്ത്താൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ല. ഇതാണെങ്കിൽ മറ്റേത് നമ്മൾ ചിലപ്പോൾ ഒച്ചിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഈ മടിയാവണോ അത് എടുത്തിട്ട് വരാൻ, എന്താണ് ഇത് പിന്നെ ഇത് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം ഒരു കുപ്പി ഇതെടുത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ വേറെ കൗതുകകരമായ ഈ ജീവിയുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലെ ആളുകൾ ഇതിനെ ഭക്ഷണമാക്കാറുണ്ട്. സൂപ്പിന്റെ കൂടെ കഴിക്കും. അങ്ങനെ പല രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് സ്നേലിനെ. പിന്നെ സ്നേല് അസുഖങ്ങൾ വരുത്തുന്ന ജീവിയുമാണ്. അപ്പോൾ അത് ഡേഞ്ചറസുമാണ്. പിന്നെ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മെഡിസിനും ഉണ്ടാക്കുന്നുണ്ട്. സ്കിന്നിന്റെ ഇപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് സ്കിന്ന് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ദ്രാവകം ഉണ്ടല്ലോ അതെടുത്തിട്ട് മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല ചില കാര്യങ്ങളൊക്കെ പുതുമയുള്ളൊരു അറിവാണ് എനിക്കറിയോ, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, അറിയുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റും എനിക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളത് അതൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് എനിക്ക് അറിയണം. എന്നാലും എനിക്ക് അറിയാൻ പറ്റും. ചില ഒരു കമൻറ്റുകളും ഞാൻ ഇപ്പോൾ പുതിയതാണ് ഈ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യണ പുതിയതായിട്ടാണ്. അപ്പോൾ എനിക്ക് കമൻസ് കിട്ടാണ്ടാവുമ്പോൾ എന്താണ് കുറെ പേര് വ്യൂ ചെയ്യുന്നുണ്ട്, ആരും കമൻറ്റ് അധികം ചെയ്യണില്ല. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളതും നിങ്ങൾ എന്താ ചിന്തിക്കണേ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒരു പ്രോത്സാഹനമാണ്, ഒരു മോട്ടിവേഷനാണ്. നിങ്ങളൊക്കെ തരുന്ന ഇതുമാതിരിയുള്ള പ്രോത്സാഹനം കൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും കേരളത്തിലുള്ളവർക്കും എന്തായാലും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്തുവെങ്കിലും ഇത് ഇപ്പോൾ ആരൊക്കെയാണ് ഇതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ മഴക്കാലത്ത് അതൊക്കെ ഒച്ചിനെയൊക്കെ നിയന്ത്രിച്ച് നല്ല ചെടികളെയൊക്കെ വളർത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വ്യൂയിങ്.